ആള് ആയിട്ട് പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നാട്ടിൽ വന്ന് സ്വന്തം പള്ളിയിൽ പെരുന്നാൾ കൂടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവരെയും സന്തോഷത്തിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ കേരളം ഒരു വലിയ മതേതര സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടെങ്കിലും ശരി, ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്നുള്ളത് ഈ തവണത്തെ വോട്ടിംഗ് രീതി തെളിയിച്ചതിലുള്ള അഭിമാനം ഓരോ മലയാളിക്കും വേണം. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. മതവിശ്വാസം എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. മതവിശ്വാസത്തിനുള്ള അവരവരുടെ വിശ്വാസം മുറുകെ പിടിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവണം. പക്ഷേ അതവരുടെ സ്വാതന്ത്ര്യമായിരിക്കുമ്പോൾ തന്നെ മറ്റു വിശ്വാസങ്ങളെ ആദരിക്കുവാനും കഴിയണം. അതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം. എല്ലാ മതങ്ങളുടെയും സന്ദേശം അതുതന്നെയാണ്. അതിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളൊക്കെ മതവിരുദ്ധമാണ്. അതാണ് ശരി. രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഈ തവണ വോട്ട് ചെയ്തത് ആ പരിഗണനയൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹവും എല്ലാവർക്കും വോട്ട് ചെയ്ത് മതേതരത്വം തെളിയിച്ച ഒരു സ്റ്റേറ്റാണ്. അതിൻ്റെ അഭിമാനം എല്ലാവർക്കും വേണം. അതുകൊണ്ട് നമുക്ക് പെരുന്നാൾ ദിവസം ആശംസ നേരുന്നു. അതുപോലെ മറ്റ് ആഘോഷവേളയിലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ ഇതിലും പങ്കെടുക്കുന്നു. ആ സൗഹൃദം പങ്കിട്ടുകൊണ്ട് നമുക്ക് ഈ ദിനം മുന്നോട്ട് പോകാം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പാണക്കാട് വരുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഇന്ന് കോഴിക്കോട് ഒരു പരിപാടിക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെ സന്ദർശിക്കുകയാണ്. സൗഹൃദ സന്ദർശനം മാത്രമാണ്. സ്വാഭാവികമായി ഭരണകാര്യങ്ങളും മറ്റു കാര്യങ്ങളും പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യും. സ്വാഭാവികം, അത്രയേ ഉള്ളൂ. തങ്ങളെ ഒരു UDF ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ നിലക്ക് സ്വാഭാവികമായ കൂടിയാലോചനകളും സൗഹൃദ സന്ദർശനവുമാണ് ഇന്ന് നടക്കുക. ആ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.